ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കാറ് സർവീസ് കൊടുത്തതിൻ്റെയാണ്. സംഭവം എന്താ പറഞ്ഞു വെച്ചാൽ, ഒരു സൈഡ് സൗണ്ട് വരുന്നു പറഞ്ഞിട്ട് ഷോക്ക് അബ്സറിൻ്റെ ആ ഭാഗത്ത് നിന്ന് സൗണ്ട് വരുന്നു പറഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ കൊടുത്തപ്പോൾ അഴിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞത് അടിഭാഗം മീൻസ് എൻജിൻ്റെ ആ ഭാഗത്ത് ചെയ്സൊക്കെ ഫുള്ളും തുരുമ്പടിച്ച് പോയിരിക്കുകയാണ്. കുറച്ച് വിട്ട് കഴിഞ്ഞാൽ എൻജിൻ തന്നെ താഴ്ത്ത് വീഴുന്നൊക്കെയാണ് പറഞ്ഞത്. അത്രയ്ക്കും എന്താ പറയുക, തുരുമ്പടിച്ച് മോശം കണ്ടീഷനായിരുന്നു. ഇപ്പോൾ ടയറൊക്കെ മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ ഫുള്ള് റെസ്റ്റായിരുന്നു. പിന്നെ ചേസിൻ്റെ 2 പീസ് എന്തോ പുതിയത് ഫിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ വെൽഡ് ചെയ്തിട്ടാണ് നിർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അടി ഫുള്ളും പെയിൻ്റ് അടിക്കണം പറഞ്ഞു. അപ്പോൾ സംഭവം നോർമലി കാർ എടുത്തു കഴിഞ്ഞാൽ അടിയിൽ പെയിൻ്റ് അടിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അഴിച്ച സമയത്തായിരുന്നു ഓരോ കംപ്ലൈൻറ്റുകളായിട്ട് വന്നത്. ഫ്രണ്ടിലത്തെ ഡാഷ്ബോർഡ് ഫുള്ളായിട്ട് അഴിക്കേണ്ടി വന്നു. പിന്നെ ഗ്ലാസിൻ്റെ അവിടെ നിന്ന് ലീക്ക് ഉണ്ടായിരുന്നു, അതൊന്ന് മാറ്റി. അപ്പോൾ ഗ്ലാസ് അഴിക്കേണ്ടി വന്നു. പിന്നെ ബാറ്ററിൻ്റെ അടിഭാഗം ഒന്ന് പിടിക്കുന്ന സാധനം അതൊന്ന് മാറ്റേണ്ടി വന്നു. പിന്നെ വന്നിട്ട് പെട്രോൾ ഹോസ് മാറ്റി, എയർ ഫിൽറ്റർ മാറ്റി, പിന്നെ മറ്റേ കൂളൻ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, പുതിയതാക്കിയിട്ടുണ്ട്. കാരണം നേരത്തെ വെള്ളമൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, അപ്പോൾ ഫുള്ളായിട്ട് കൂളൻ്റ് തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുറച്ച് വയറിങ് കിറ്റൊക്കെ ഒന്ന് അഴിച്ചിട്ടാണ് പുതിയതായി സെറ്റ് ചെയ്തു. പിന്നെ മെയിനായിട്ട് മാറ്റിയത് ഈ ബാക്ക് ബ്രേക്കിൻ്റെ ആ സിലിണ്ടർ ഉണ്ട്, അതൊന്ന് മാറ്റി. അതിൻ്റെ കേബിൾ മാറ്റി. ടോട്ടലി ഡാമേജ്. ബാക്ക് ബ്രേക്ക് ഒന്നും പിടിക്കണേ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഫ്രണ്ട് ബ്രേക്ക് വെച്ചിട്ടാണ് ഇത്രയാലും ഓടിയത്. അപ്പോൾ അടിയിൽ ഫുള്ളും മറ്റേ റസ്റ്റ് അടിക്കാണ്ടിരിക്കാൻ, തുരുമ്പടിക്കാണ്ടിരിക്കാനൊക്കെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അത് വൃത്തിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിതുവരെ ആലോചിച്ചിട്ടേ ഇല്ല അടിയിലൊക്കെ പെയിൻ്റ് അടിക്കണ കാര്യം കാറുകളിൽ. അപ്പോൾ നോർമലി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നമ്മൾ നോർമലി അടിച്ച് വയ്ക്കണത് നല്ലതാണ്, തുരുമ്പടിക്കും, ഇല്ലെങ്കിൽ പെട്ടെന്ന് അറിയില്ല, നമ്മൾ ശ്രദ്ധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തൊക്കെ ഇനി ഉപകാരപ്പെടും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വൃത്തിക്ക് തന്നെ അടിച്ചിട്ടുണ്ട്, അടിപൊളി ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ആഴ്ചൻ്റെ അടുത്തൊക്കെ ആയി കൊടുത്ത് സർവീസ് ഫുള്ളായി. കാരണം ഓരോന്നോരോന്ന് അഴിക്കുമ്പോഴായിരുന്നു ഓരോ പണികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ വൃത്തിക്കൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെയാണ് അണ്ടറായിട്ടുള്ളത്. അപ്പോൾ ബില്ല് ഏകദേശം വന്നത് പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഏകദേശം 19,200 രൂപയോളം ബില്ലായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ബൈ.